ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഗാഥ എന്ന് പറയുന്ന പെൺകുട്ടി കാരണം ബാലാജി ജയിലിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് എനിക്ക് ജയിലിൽ പോകാൻ മനസ്സില്ലടി, നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കാര്യം നോക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ നാട് കടത്തും. ഇതൊക്കെയാണ് ആശാൻ്റെ മനസ്സിലുള്ള പ്ലാനിങ്. എന്തായാലും ബാലാജി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് അയാൾക്ക് പിടിവീഴാൻ സമയമായി എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ ഇന്ദീവരം തറവാട്ടിൽ മൊത്തത്തിലെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പം എല്ലാം ഒരു സംശയത്തിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. മഹേശ്വരൻ എന്ന് പറയുന്ന പേരും കള്ളനെ പൂട്ടാൻ നമ്മുടെ നന്ദയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെ അങ്ങ് ഇറങ്ങിയിരിക്കുക. നന്ദയ്ക്കാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും പല രീതിയിലും ഓരോ ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് നന്ദയാണെങ്കിൽ നന്ദയുടേതായ വഴികളിലൂടെ ഓരോന്ന് ചെയ്തങ്ങ് പോണു. പക്ഷേ ഇതെല്ലാം മഹേശ്വരൻ ശ്രദ്ധിക്കുന്നുണ്ട്. മഹേശ്വരനാണെന്നുണ്ടെങ്കിൽ ഈ നന്ദ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ വശപ്പശ കൊണ്ടെന്ന് മനസ്സിലാക്കി നന്ദയെ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുവാണ്. മഹേശ്വരൻ കേൾക്കാൻ വേണ്ടി, മഹേശ്വരനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദ എന്നിട്ട് എന്ത് ചെയ്തു, മഹേശ്വരൻ വരുന്ന ആ ഒരു സ്ഥലം നോക്കി ഇങ്ങനെ മാറി നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ആ സുജാത എന്ന് പറയുന്ന ആ സ്ത്രീയുടെയും മകളുടെയും നമ്പർ വരെ നന്ദയുടെ കയ്യിലുണ്ട്. അപ്പോൾ നന്ദയുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് മഹേശ്വരൻ അതുവഴി വരുന്നു. മഹേശ്വരൻ ഇങ്ങനെ അതുവഴി വരുന്ന സമയത്ത് നന്ദ നിന്ന് ഫോൺ വിളിക്കുന്നത് കാണുവാണേ. അപ്പോൾ ഇത് ആരോടായിരിക്കും ഫോൺ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ പാത്തു നിന്നു. പെട്ടെന്ന് അവിടെ നിന്ന് നമ്മുടെ സുജാത എന്നുള്ളൊരു പേരൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് ഇയാൾ കേട്ടു. അപ്പോൾ ഇയാളത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ചങ്കൊന്ന് ഇടിച്ചു. ആകെ വെപ്രാളം കയറി, ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാം കൈവിട്ട് പോയി. അപ്പോൾ ഈ സുജാതയെക്കുറിച്ചും ഗാഥയെക്കുറിച്ചും ഇവൾ അറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വേഗം തന്നെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ പേടിക്കേണ്ട, ഞാനല്ലേ ഉള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇയാളിങ്ങ് പോരുക. ഇയാളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ സംസാരിച്ച് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നന്ദ അങ്ങ് പോവുകയും ചെയ്തേ. പെട്ടെന്ന് ഇയാൾക്ക് ടെൻഷൻ കയറി, എന്ത് ചെയ്യണം എന്ന് ഇയാൾക്ക് അറിയാൻ പറ്റാണ്ടായി. നന്ദയെങ്ങാനും അവരെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൈവിട്ടു പോയി, അവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് അറിയാവുന്നത് കൊണ്ട് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇയാൾ ഓടി ഫോൺ എടുത്ത് പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വാവച്ചനെ വിളിക്കുക. അപ്പോൾ വാവച്ചനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഹലോ, പറഞ്ഞോളൂ സാർ എന്ന് പറഞ്ഞപ്പോൾ താനിത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എസ്റ്റേറ്റിലുണ്ടെന്ന് പറഞ്ഞു. എടോ, ആകെ പുലിവാലായെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയണ മഹേശ്വരനോട്, സാറിന് എന്താ പറ്റിയേ, സാർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്താ ഇപ്പോൾ ഇത്ര പുലിവാല് പിടിക്കാനായിട്ട്, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം, അല്ലടോ ടെൻഷൻ അടിക്കേണ്ട കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് സാർ കാരണം പറയാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ നന്ദയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ സാറിന് വെറുതെ തോന്നുന്നു, നന്ദക്കൊച്ച് എന്നാ ചെയ്യാനാ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ അതല്ല, അവിടെ വന്നതിന് ശേഷം എന്തൊക്കെയോ ഒരു ഭാവമാറ്റങ്ങൾ, പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റമുണ്ട് നന്ദയ്ക്ക്. എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നതോ, അവളെങ്ങാനും ഇനി സുജാതയെക്കുറിച്ചും മകളെക്കുറിച്ചും എങ്ങാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ, സാറേ പെട്ടോ സാറേ, എല്ലാം അവസാനിച്ചോ സാറേ എന്നും ചോദിച്ചുകൊണ്ട് വാവച്ചൻ. അങ്ങനെ അറിഞ്ഞതായിട്ട് എന്തെങ്കിലും ആ കൊച്ചു പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല, എന്നോട് ചോദിച്ചുമില്ല. പക്ഷേ അവളുടെ സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ സൂചനകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് അവളുടെ പെരുമാറ്റ രീതികളൊക്കെ. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുക വാവച്ച, ഇനി എന്താണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാവച്ചനോട് ഇങ്ങനെ ചോദിക്കുന്നു. എൻ്റെ പൊന്നു സാറേ, ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യാനാണ്, അതെങ്ങാനും ആ നന്ദക്കൊച്ച അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അധോഗതി കണ്ടവനുണ്ടാവത്തില്ല. ഇനിയിപ്പോൾ എന്താ സാറേ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ വാവച്ചൻ ചോദിക്കുക. അതറിയാനല്ലേ ഞാൻ തന്നെ വിളിച്ചത്. എന്താടോ താനൊരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്, താനൊന്ന് അവിടം വരെ പോകണം, വരെ പോയി നന്ദയെങ്ങാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് നീ സുജാതയോടൊന്ന് ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അയ്യോ ഞാനവിടെ പോയ പ്രശ്നമാവില്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ, ഒരു പ്രശ്നമാവില്ല, താനോട് ഞാനല്ലേ പറയുന്നത്, താൻ പോയൊന്ന് അന്വേഷിക്കും. ഇനി അവളെങ്ങാനും അവിടെ ചെന്നിട്ടുണ്ടോ, ഇവരെ കണ്ടിട്ടുണ്ടോ, വല്ലതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ താനൊന്ന് അന്വേഷിച്ചിട്ട് എന്നെ അറിയിക്കടോ എന്നും പറഞ്ഞു മഹേശ്വരൻ. അപ്പം ശരി സാർ, ഞാനെന്നാൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് വാവച്ചൻ അത് സമ്മതിച്ചു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ടും വാവച്ചൻ്റെ കാര്യങ്ങൾ ഓർത്തും അല്ലെങ്കിൽ ഈ സത്യങ്ങളെങ്ങാനും നന്ദി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഓർത്തും ഒരു സമാധാനം ഇല്ലാതെ കിടന്ന് വെരുകൊടുന്നത് പോലെ ഓട്ടമാണ് ഈ പറയുന്ന മഹേശ്വരൻ. ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല. അപ്പം നന്ദയെ ശരിക്കും ഒന്ന് നിരീക്ഷിക്കണം. നന്ദയുടെ ഓരോ ഇടപെടലുകളും അല്ലെങ്കിൽ നന്ദയുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഒരു സത്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് കുറച്ചെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്ന് മഹേശ്വരൻ അറിയാം. അതുകൊണ്ട് തന്നെ മഹേശ്വരൻ നന്ദയുടെ പിന്നാലെ നടക്കാൻ തന്നെ തീരുമാനിച്ചു.
അങ്ങനെ അവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം മഹേശ്വരൻ പേടിച്ച് വിറച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി അവിടെ ഇരുന്ന് ഇങ്ങനെ കറിക്ക് എന്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മോഹിനി വന്ന് അവിടെ നമ്മുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊന്നും മഹേശ്വരേട്ടൻ കൃത്യമായിട്ട് ഇത്രയും കാലം പറഞ്ഞിട്ടില്ലെന്നും മഹേശ്വരേട്ടൻ ഈ പൈസ മുഴുവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ മോഹിനി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാത്രമല്ല മഹേശ്വരേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവിടെ പോയി എല്ലാം കണ്ടും കേട്ടും വന്ന് മനസ്സിലാക്കിയതല്ലേ നമ്മളെല്ലാവരും. പിന്നെ എന്തിനാ നീ ഇപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റി പറയുന്നതെന്ന് ചോദിച്ചു. കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി, പക്ഷേ അത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഇത് നമ്മുടെ കുടുംബമാണ്. ഇവിടെ ഉള്ളതെല്ലാം കുടുംബപരമായി കിട്ടിയ സ്വത്തുക്കളാണ്. അത് മഹേശ്വരേട്ടന് ഇഷ്ടമുള്ളതുപോലെ ഇവിടുത്തെ സ്വത്തുക്കൾ ഇട്ട് കൈകാര്യം ചെയ്യാനൊന്നും പറ്റുകയില്ല. ഇത് നാളെ നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ട സ്വത്തുക്കളാണ്. നമ്മുടെ മക്കൾ കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കായി കൈമാറി പോകേണ്ട സ്വത്തുക്കളല്ല മഹേശ്വരേട്ടന് തോന്നുന്നത് പോലെ ഇട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായം ഏട്ടത്തി അതൊന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. മോഹിനി ഏട്ടത്തി ഒന്നും പറയണ്ട. മഹേശ്വരേട്ടനെ ന്യായീകരിച്ചുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാലും സത്യമല്ലാതാവില്ലല്ലോ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മഹേശ്വരേട്ടനാണ്. അതല്ലെന്ന് ഏട്ടത്തിക്ക് സമ്മതിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ലക്ഷ്മിക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ലക്ഷ്മിയെ ശരിക്കും പറഞ്ഞ് ഇവർ പൂട്ടിക്കളഞ്ഞു. ലക്ഷ്മി നേരത്തേക്കും ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം കള്ളൻ എന്നുള്ളൊരു പേര് ഭർത്താവിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയാസമാകുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് മോഹിനി അതും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞു. ലക്ഷ്മിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചനയും തുടങ്ങി. ദൈവമേ, മഹേശ്വരേട്ടൻ ഇനി എന്തെങ്കിലും പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമോ? അത് അറിഞ്ഞിട്ടായിരിക്കും ഇവർ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് നമ്മുടെ ലക്ഷ്മി ചിന്തിക്കുന്നു. പക്ഷേ മഹേശ്വരനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. നന്ദ ഇനി എന്തെങ്കിലും ഇയാളുടെ രഹസ്യം കണ്ടുപിടിച്ചോ എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നന്ദയെ കണ്ടാൽ മുട്ടുകൂട്ടിയിടിക്കുന്നൊരവസ്ഥയിലായി ഇയാൾ. നന്ദയുടെ മുന്നിൽ പൂച്ചയായി പേടിച്ച് വിറച്ച് പമ്മി പതുങ്ങി നിൽക്കുന്ന മഹേശ്വരൻ. നന്ദയുടെ മുഖത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ നന്ദയുടെ മുമ്പിൽ പോയി പെടാൻ പോലും അയാൾ ശ്രമിക്കാറില്ല. മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. കാരണം പിടി വീണാൽ തീർന്നു എന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇയാൾ ഇങ്ങനെ നന്ദയെ ഒളിച്ചും പാത്തും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നന്ദയ്ക്കും അതുപോലെ നമ്മുടെ ഗൗതത്തിൻ്റെ റൂമിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇയാൾ ഒന്ന് ഒളിഞ്ഞു നോക്കും. കാരണം ഇനി ഗൗതത്തിനോട് വല്ലതും പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്ദയും ഗൗതവും കൂടി റൂമിലിരുന്ന് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ ഹാപ്പി ആയിട്ടിരുന്നാണ് സംസാരിക്കുന്നത്. ഗൗതത്തിൻ്റെ ഓഫീസ് കാര്യങ്ങൾ, അതുപോലെ നന്ദയുടെ കാര്യങ്ങൾ. അപ്പോൾ നന്ദയെയും ഗൗതത്തിനെയും തമ്മിൽ തളിക്കാൻ വേണ്ടി പിങ്കി ഒരു പ്ലാൻ ഒരുക്കിയത് അത് ചീറ്റി പണ്ടാരം അടങ്ങിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ പിങ്കി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവാണ്. പിങ്കിക്ക് ഇനി ചമ്മാൻ വയ്യ. കാരണം കൂട്ടുകാരിയുടെ പിന്നിൽ നിന്ന് കളിച്ചത് മുഴുവൻ ഈ പിങ്കിയാണെന്നുള്ള കാര്യം ഗൗതം അങ്ങ് പിങ്കിയോട് പറഞ്ഞു. അപ്പോൾ ഒരു രക്ഷയില്ല, നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിങ്കി ഇതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മോഹിനി ഒന്ന് അന്വേഷിച്ചു. പക്ഷെ മോഹിനിക്ക് അറിയില്ല സാന്ദ്രയുടെ ആ ഒരു കള്ളക്കളിയിൽ മെയിൻ ബ്രെയിനായിട്ട് നിന്നിരുന്നത് ഇവളാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പിങ്കി ആർക്കും പിടി കൊടുക്കാതെ ഇങ്ങനെ ഒതുങ്ങി മാറി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ നന്ദയും ഗൗതവും കൂടെ ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, അതും കേസിനെ പറ്റിയും. അപ്പോൾ നന്ദ ഇങ്ങനെ അവിടുത്തെ നമ്മുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഗൗതം ഇങ്ങനെ എസ്റ്റേറ്റിൽ വരേണ്ടതായിരുന്നു, ഇങ്ങനെ അവിടുത്തെ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെറുതായുള്ള രീതിയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് അവതരിപ്പിക്കുകയാണ്. ഗൗതമാണെങ്കിൽ അത് അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർ പോയതിനെ പറ്റിയും അതുപോലെ പിന്നെ മിഥുൻ്റെ കൂടെ പോയതൊക്കെ നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് വന്ന് ഒളിച്ചു നിന്ന് നോക്കുന്ന നമ്മുടെ മഹേശ്വരന് മനസ്സിലായി ഇവർക്ക് തമ്മിലൊരു പ്രശ്നമില്ല. ഈ തൽക്കാലം ഇവളൊന്നും അവനോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഗൗതത്തിൻ്റെ പ്രതികരണം. അങ്ങനെ ഒന്നും പറയാതിരിക്കണേ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി മഹേശ്വരൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗതം ഇങ്ങനെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല രീതിയിലുമുള്ള ചിന്തകളുമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഗൗതം കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം നന്ദയ്ക്കറിയാം. പക്ഷെ നന്ദയ്ക്ക് ഇതെങ്ങനെ ഗൗതത്തിനോട് പറയണമെന്നറിയില്ല. കാരണം സ്വന്തം അച്ഛനായതുകൊണ്ട് അച്ഛനെക്കുറിച്ചുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളെ നന്ദയ്ക്ക് അറിയുള്ളൂ. പൂർണ്ണമായും അറിയാത്ത കാര്യങ്ങളൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഈ മഹേശ്വരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നന്ദ മിക്കതും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മഹേശ്വരൻ അപ്പുറം മാറി നിന്നിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ ഗൗതം ഇത് അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി, ഈ കുടുംബത്തിലുള്ളവർ ഇത് അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത്, ഇതെല്ലാം നിന്നിങ്ങനെ ആലോചിക്കും ആശാൻ.
മരുമകളായിട്ട് തൻ്റെ ജീവൻ എടുക്കുമോ എന്നുള്ളൊരു പേടിയിൽ ഇദ്ദേഹം നമ്മുടെ മഹേശ്വരൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.